Good morning, students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 4-ലെ ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കണ്ടൻസ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്സിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അടുത്ത ഹെഡാണ് മൊഡ്യൂൾ 4-ലെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Module 4, let the liabilities of an auditor. Liabilities of an auditor. നമുക്കറിയാം, ഒരു ഓഡിറ്റർ തൻ്റെ ജോലി വളരെ സത്യസന്ധമായി ഇക്വിറ്റബിളായിട്ട് നടത്തേണ്ടതായിട്ടുണ്ടല്ലേ. അപ്പോൾ നീതിയുക്തമായി, സ്വതന്ത്രമായി, സത്യസന്ധമായി ഒരു ഓഡിറ്റർ തൻ്റെ ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ചെയ്യേണ്ട ബാധ്യത ഓഡിറ്ററിൽ നിക്ഷിപ്തമാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ലയബിലിറ്റീസിനെ നമുക്ക് 3 രീതിയിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ലയബിലിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് കോൺട്രാക്ട്സ്, കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ്. ഒന്നാമതാണ് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ്. ഒന്നാമത്തെ ലയബിലിറ്റീസ് ആണ് കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ്. കോൺട്രാക്ച്വൽ ലയബിലിറ്റീസ്. രണ്ടാമത്തെ ലയബിലിറ്റിയാണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി. സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി രണ്ടാമത്തെ ലയബിലിറ്റിയാണ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി. മൂന്നാമത്താണ് തേർഡ് പാർട്ടി ലയബിലിറ്റീസ് ടുവേർഡ്സ് തേർഡ് പാർട്ടീസ്. ലയബിലിറ്റീസ് ടുവേർഡ്സ് തേർഡ് പാർട്ടീസ്. ടുവേർഡ്സ് തേർഡ് പാർട്ടീസ്. ടുവേർഡ്സ് തേർഡ് പാർട്ടി. യെസ്, ക്ലിയർ. ക്ലാസിഫിക്കേഷൻ ഈസ് കോൺട്രാക്ച്വൽ, statutory, third party, towards third party. Okay, clear. Next is what is, നമുക്ക് നോക്കാം എന്താണ് കോൺട്രാക്ച്വൽ എന്ന് നമുക്ക് നോക്കാം. കോൺട്രാക്ച്വൽ, കോൺട്രാക്റ്റ്, അതായത് ഒരു ഓഡിറ്റർക്ക് കോൺട്രാക്റ്റിന്റെ അടിസ്ഥാനത്തിൽ and account arises on the amount of contract with the clients. അതായത് ക്ലയൻസുമായി, കക്ഷിയുമായി ഉണ്ടാക്കപ്പെടുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള കോൺട്രാക്റ്റാണ്, ഉള്ള ലയബിലിറ്റിയാണ് കോൺട്രാക്ച്വൽ ലയബിലിറ്റി എന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും. കക്ഷിയുമായി ഉണ്ടാക്കുന്ന കരാറിൻ്റെ അടിസ്ഥാനത്തിലുള്ള കോൺട്രാക്റ്റുകളെ നമുക്ക് എന്തെന്ന് വിളിക്കാനായിട്ട് സാധിക്കും? കോൺട്രാക്ച്വൽ എന്ന് നമുക്ക് വിളിക്കാനായിട്ട്. കരാറിൻ്റെ അടിസ്ഥാനത്തിൽ, ആ കരാറിൽ കുറച്ച് റൈറ്റ്സ് പറഞ്ഞിട്ടുണ്ടാകും, കുറച്ച് ഡ്യൂട്ടീസ് പറഞ്ഞിട്ടുണ്ടാകും. ഇതെല്ലാം ആരുടെ ലയബിലിറ്റീസ് ആയിരിക്കും? ഇതെല്ലാം ഓഡിറ്ററുടെ ലയബിലിറ്റീസ് ആയിരിക്കും. ഇതിന് എഗൈൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ആരായിരിക്കും? അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഓഡിറ്റർ ആയിരിക്കും. യെസ്, ക്ലിയർ. ഫസ്റ്റ് ഈസ് കോൺട്രാക്ച്വൽ, ക്ലിയർ. നെക്സ്റ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി. അടുത്താണ് നിയമപ്രകാരമുള്ളത് അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി. സ്റ്റാറ്റ്യൂട്ടറിയെ നമുക്ക് 2-3 നമുക്ക് വീണ്ടും തരംതിരിക്കാനായിട്ട് സാധിക്കും. സ്റ്റാറ്റ്യൂട്ടറി, യെസ്. ഫസ്റ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി. ഒന്നാമത്തത് കമ്പനി നിയമപ്രകാരം 2030 അമെൻമെന്റ് 2030 കമ്പനി ആക്ട്. Company Act, on the basis of Company Act. Yes. Second is on the basis of 49 CI Act, Chartered Account Act. And other is Other Act. Other is Other Act. Third is Other Act. Yes, statutory is the 2030 Company Act. Statutory 1949 ചാർട്ടേഡ് അക്കൗണ്ട് ആക്ട്. അടുത്തത് അതർ ആക്ട്, മറ്റ് ആക്ടുകൾ.
അതിൻ്റെ അകത്ത് ഒന്നാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്താണ് 2013 അമെൻമെന്റ് കമ്പനി ആക്ടിന്റെ അകത്ത് ഓഡിറ്ററുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? 2013 കമ്പനി ആക്ടിലെ ഓഡിറ്ററുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. യെസ്, കമ്പനി ആക്ട്. പ്രൊവിഷൻ ഓഫ് കമ്പനി ആക്ട്. കമ്പനി ആക്ടിന്റെ പ്രൊവിഷൻ പ്രകാരമാണ് അപ്പോയിന്റ്മെന്റ് ഓഫ് എൻ ഓഡിറ്റർ. ഓഡിറ്ററുടെ അപ്പോയിന്റ്മെന്റ് നടക്കുന്നത് കമ്പനി ആക്ടിന്റെ പ്രൊവിഷനിൽ പറയുന്നത് പോലെയാണ് ഓഡിറ്ററുടെ അക്കൗണ്ടിങ് നടക്കുന്നത്. ഇഫ് ഈ കമ്പനി ആക്ടിന് ബദലായി എന്തെങ്കിലും ചെയ്യുന്ന സാഹചര്യം വരികയാണെങ്കിൽ ഈ അദ്ദേഹം ഓഡിറ്റർ ലയബിൾ ആയിരിക്കും, ഓഡിറ്റർ ബാധ്യസ്ഥനായിരിക്കും. കമ്പനി ആക്ടിന് എഗൈൻസ്റ്റ് ആയിട്ട് അല്ലെ കമ്പനി ആക്ടിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ പ്രൊവിഷൻ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യപ്പെടുന്നത്? അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ. അപ്പോ ഓഡിറ്ററുടെ അപ്പോയിന്റ്മെന്റ് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? കമ്പനി ആക്ട്, അതിന്റെ പ്രൊവിഷൻ പ്രകാരമായിരിക്കും അല്ലെ. സി, അതുകൊണ്ട് ലയബിൾ ആണ് അദ്ദേഹം. സി, അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് കമ്പനി ആക്ടിനെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് രണ്ട് രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തത് സിവിൽ ലയബിലിറ്റീസ്. ഒന്നാമത്തെ ലയബിലിറ്റി സിവിൽ ലയബിലിറ്റീസ്. രണ്ടാമത്തത് ക്രിമിനൽ ലയബിലിറ്റീസ്. Criminal liabilities. First is civil liabilities and the second is criminal liabilities. Sorry. First is civil liabilities. Yes, ഇവിടുത്തെ സിവിൽ ലയബിലിറ്റിയിൽ നമുക്ക് സിവിൽ ലയബിലിറ്റീസിനെ അഗൈൻ നമുക്ക് രണ്ടായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അകത്ത് ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്. ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് മൂലമുണ്ടാകുന്ന ബാധ്യതകൾ, അതായത് ഓഡിറ്ററുടെ അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന, നെഗ്ലിജൻസ് മീൻസ് അനാസ്ഥ കൊണ്ടുണ്ടാകുന്ന, ആരുടെ? ഓഡിറ്ററുടെ അനാസ്ഥ മൂലമുണ്ടാകുന്ന കാര്യങ്ങൾക്ക് പൂർണ്ണ ഉത്തരവാദി, പൂർണ്ണ ബാധ്യസ്ഥൻ ആരായിരിക്കും? ഓഡിറ്റർ ആയിരിക്കും. യെസ്, ക്ലിയർ? സിവിലിനെ നമുക്ക് എത്രയായി തരംതിരിക്കാം? രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് എന്താണ്? ഒന്നാമത്തത് ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്. ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്. രണ്ടാമത്തത് ലയബിലിറ്റി ഫോർ മിസ്ഫിയാൻസ്. ലയബിലിറ്റി ഫോർ മിസ്ഫിയാൻസ്. മിസ്ഫിയാൻസ് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക നിലയിൽ കൃത്രിമം കാണിക്കുക എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോൾ ഒന്നാമത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ്. രണ്ടാമത്തത് ലയബിലിറ്റി ഫോർ മിസ്ഫിയാൻസ് ആണ്. ലയബിലിറ്റി ഫോർ മിസ്ഫിയാൻസ്. യെസ്, ക്ലിയർ? അതിൽ ലയബിലിറ്റി ഫോർ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് അനാസ്ഥ മൂലം ഉണ്ടാകുന്നത്, ആരുടെ? ഓഡിറ്ററുടെ അനാസ്ഥ മൂലം ഉണ്ടാകുക. നെക്സ്റ്റ് ഈസ് ഹിയർ ലയബിലിറ്റി ഫോർ മിസ്ഫിയാൻസ്. Misfeasance. Liability for misfeasance. Here breach of contract or breach of trust or breach of duty imposed by law. Breach of trust or breach of trust or breach of duty imposed by law. അതായത് തന്നിൽ ഇമ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആ നിയമം, അധികാരം ദുർവിനിയോഗം ചെയ്യുക വഴി, തന്നിൽ അധികാരം, നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന വഴി, തന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യുക, അതുവഴി ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അതുവഴി കക്ഷിക്ക്, ക്ലയൻസിനുണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് ആര് ബാധ്യസ്ഥനായിരിക്കും? ഓഡിറ്റർ ലയബിൾ ആയിരിക്കും. ക്ലിയർ? യെസ്. കമ്പനി നമുക്ക് നോക്കാം. സിവിൽ ലയബിലിറ്റീസിനെ നമ്മൾ എത്രയായി തരംതിരിച്ചു? രണ്ടായി തരംതിരിച്ചു. ഒന്ന് ലയബിലിറ്റീസ് ഫോർ നെഗ്ലിജൻസ് ആൻഡ് ലയബിലിറ്റീസ് ഫോർ മിസ്ഫിയൻസ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ് ഈസ് ക്രിമിനൽ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്രിമിനൽ ആയിട്ടുള്ള സംവിധാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്.
If he makes liability mistake or misstatement, balance sheet, certificates or reports, returns, etc. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ ക്രിമിനലി ആര് ലയബിൾ ആയിരിക്കും? ഓഡിറ്റർ ലയബിൾ ആയിരിക്കും. ഓഡിറ്റർ ക്രിമിനലി എന്ത് ചെയ്യപ്പെടും? പണിഷ് ചെയ്യപ്പെടും. ബോത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും പണിഷ് ചെയ്യപ്പെടുക? ഒന്നെങ്കിൽ സാമ്പത്തികപരമായി, അല്ലെങ്കിൽ ഇംപ്രിസ്മെന്റ്. ഇങ്ങനെ രണ്ടിലേതെങ്കിലും സംവിധാനം ഉണ്ടാകാം. യെസ്, ക്ലിയർ? ക്രിമിനൽ ക്ലിയർ? യെസ്, ക്രിമിനലില് വി കൻ ഡിസ്കസ് ദ രണ്ട് പ്രധാനപ്പെട്ട ലോസ്. കുറച്ച് ലോസ് ഉള്ളതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ലോസ് നമ്മൾ അതിൻ്റെ അകത്തെ ലോസ് പറയുന്ന രണ്ട് ലോസുകളാണ്. ഒന്നാമത്തെ 2013 കമ്പനി ആക്ട് പ്രകാരമുള്ള 34 2013 പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. 34 പറയുന്നത് ഇവിടെ പിന്നെ ഓഡിറ്റർ 34 ഓഡിറ്റർ തൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ 47 പ്രകാരം പറയുന്നതും 34 പറയുന്നു ക്രിമിനലി ഇദ്ദേഹം എന്തായിരിക്കും? ലയബിൾ ആയിരിക്കും. ഈ പറയുന്ന എന്ത് ഇതുണ്ടെങ്കിലും അതിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതിൻ്റെ ബാധ്യസ്ഥൻ ക്രിമിനലി എന്തായിരിക്കും? അദ്ദേഹം ബാധ്യസ്ഥനായിരിക്കും. which is mislead to others, മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. വിച്ച് ഈസ് അത് പ്രോസ്പെക്ടസിൽ പറയാത്തായിരിക്കും, അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയായിരിക്കും. ഇങ്ങനെ എന്തുവാവാം. അപ്പോൾ അത് ഓഡിറ്ററുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയെങ്കിൽ ആര് ബാധ്യസ്ഥനാണ്? അങ്ങനെയെങ്കിൽ അതിന് ബാധ്യസ്ഥൻ ആരായിരിക്കും? അതിന് ഓഡിറ്റർ ബാധ്യസ്ഥനായിരിക്കും. ദാറ്റ് ഈസ് ക്രിമിനലി അദ്ദേഹം ബാധ്യസ്ഥനായിരിക്കും. അതുപോലെ തന്നെ 47 പറയുന്നു, 2047 പറയുന്ന വിൽഫുള്ളിയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നതെങ്കിൽ, മനഃപൂർവ്വമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും? വിൽഫുള്ളി ഇദ്ദേഹം ചെയ്യുന്ന സാഹചര്യം വരികയാണെങ്കിൽ, മനഃപൂർവ്വമാണ് ഓഡിറ്റർ ഇങ്ങനെ ഒരു ഇത് വരുത്തുകയാണെങ്കിൽ 10,000 രൂപ തടവോ അല്ലെങ്കിൽ പിഴയോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഇത് രണ്ടും വരാം, ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരാം. ദിസ് ഈസ് എന്താണ് പിന്നെ 47 പറയുന്ന കാര്യങ്ങൾ ക്രിമിനൽ. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മൾ കമ്പനി ആക്ട് ആണ് സ്റ്റാറ്റ്യൂട്ടറിയില്, കമ്പനി ആക്ടില്, സിവില്, ക്രിമിനല് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തത് 1949 CA ആക്ട്. 1949 CA ആക്ട്, ചാർട്ടേഡ് അക്കൗണ്ട് ആക്ട്. പ്രൊഫഷണലി മിസ്കണ്ടക്ട് എന്താണ് അവിടെ പറയുന്ന ഒരു വാക്ക്? ഇറ്റ്സ് എറൈസ് ഇൻ എമൗണ്ട് ഓഫ് പ്രൊഫഷണലി. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷണലി മിസ്കണ്ടക്ട് ആണ് പറയുന്നത്. പ്രൊഫഷണലി മിസ്കണ്ടക്ട് അല്ലെ? പ്രൊഫഷണലി മിസ്കണ്ടക്ട് പ്രൊഫഷണലി മിസ്കണ്ടക്ട് എന്ന് പറയുന്നത് ഈ ആക്ടിന്റെ, ചാർട്ടേഡ് അക്കൗണ്ട് ആക്ടിന്റെ ഷെഡ്യൂൾഡ് 1-ലോ 2-ലോ ഇൻക്ലൂഡ് ചെയ്യുന്നതോ പറയാത്തതായിട്ടുള്ള ഇൻക്ലൂഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒമിഷൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾ ആര് ചെയ്യുക? ഓഡിറ്റർ ചെയ്യുക. ഇത് ബദലാണ്. ഇത് ഈ ആക്ടിന്റെ എത്തിക്സിന് ബദലായിട്ടുള്ള കാര്യമാണ്. ക്ലിയർ? അപ്പൊ ഈ ആക്ടിന്റെ എത്തിക്സിന് ബദലായിട്ടുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു അല്ലെ? അങ്ങനെയെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്തുണ്ട്? ദേ ഹാവ് പവർ അല്ലെ? അവർക്ക് അധികാരമുണ്ട്. എന്തിന് അധികാരമുണ്ട്? ഇവരെ പണിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ക്ലിയർ? അവിടെയാണ് എന്ത് പറയുന്നത്? പിന്നെ ചാർട്ടേഡ് അക്കൗണ്ട് ആക്ട് 1949 പറയുന്നത്. ക്ലിയർ? യെസ്. അതിൻ്റെ അകത്ത് പ്രൊഫഷണലി മിസ്കണ്ടക്ട് ആണ്, ഓർത്ത് വെച്ചോണം. പ്രൊഫഷണലി മിസ്കണ്ടക്ട്. യെസ്, പ്രൊഫഷണലി മിസ്കണ്ടക്ട് എങ്ങനെ റൈസ് ചെയ്യുന്നത്? പ്രൊഫഷണലി താൻ ചെയ്യുന്ന ജോലിയിൽ മിസ്കണ്ടക്ട് എങ്ങനെ റൈസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. പ്രൊഫഷണലി മിസ്കണ്ടക്ട് ചെയ്യുന്നത് ഒന്നെന്ന് പറയുന്നത് ഫെയിൽസ് ടു റിപ്പോർട്ട് കൊടുക്കുവാൻ ഫെയിൽ ആവുന്നു അദ്ദേഹം. ഓഡിറ്റർ റിപ്പോർട്ട് കൊടുക്കുവാനായിട്ട് ഫെയിൽ ആവുന്നു. അതായത് താൻ കണ്ട കൃത്രിമം, താൻ കണ്ടിട്ടുള്ള ഫ്രോഡ്, താൻ കണ്ടിട്ടുള്ള മിസ്റ്റേക്സ്, ഈ കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം എന്ത് ചെയ്യുന്നു? ഒളിച്ചു വെക്കുന്നു. ക്ലിയർ?
മനഃപൂർവ്വം ഒളിച്ചു വയ്ക്കുന്നു. അപ്പോൾ ഫെയിൽസ് അങ്ങനെ വരാം, ഫെയിൽസ് റിപ്പോർട്ട് ചെയ്യാനുള്ള സാധനം വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇതൊക്കെ മിസ്കണ്ടക്റ്റിൻ്റെ ഭാഗമായിട്ട് പ്രൊഫഷണലി മിസ്കണ്ടക്റ്റഡ് ആണ്. ശരിക്കും മിസ്കണ്ടക്റ്റ് റൈസ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്ന 1949 എന്തിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ടിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. യെസ്, അടുത്ത സാധനം എന്ന് പറയുന്നത് അതർ ആക്ട് ആണ്. അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അതർ ആക്ട്. അപ്പോൾ നമ്മൾ കണ്ടു സ്റ്റാറ്റ്യൂട്ടറിൽ ഒന്ന് കമ്പനി ആക്ട്, രണ്ടാമത്തത് CA 1949 ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആക്ട്. നെക്സ്റ്റ് ഈസ് അടുത്ത നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന സാധനം എന്ന് പറയുന്നത് എന്തായിരിക്കും? അതർ ആക്ടുകൾ. മറ്റു നിയമങ്ങൾ എന്തൊക്കെ? ഇവിടെ ലയബിലിറ്റി, ഇദ്ദേഹത്തിന്റെ ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റു നിയമങ്ങൾ എന്തൊക്കെ? ഒന്നാമത്തെ നിയമമാണ് IPC, ഇന്ത്യൻ പീനൽ കോഡ്. ഒന്നാമത്തത് IPC. രണ്ടാമത്തത് 1949 ബാങ്കിങ് ആക്ട്, ബാങ്കിങ് ബിസിനസ് ആക്ട്, ബാങ്കിങ് കമ്പനീസ് ആക്ട്, ബാങ്കിങ് ആക്ട്. 1949 ബാങ്കിങ് കമ്പനീസ് ആക്ട്, ബാങ്കിങ് കമ്പനീസ് ആക്ട്. കണ്ടോ, അതർ ആക്ടിൽ അത് വരും. ക്ലിയർ? നെക്സ്റ്റ് ഈസ് 1956 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്. യെസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്. ക്ലിയർ? യെസ്. അപ്പോൾ ഒന്ന് IPC, 1949 ബാങ്കിങ് കമ്പനി ആക്ട്, 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്. 1961 ഇൻകം ടാക്സ് ആക്ട്. എന്താക്ട്? ഇൻകം ടാക്സ് ആക്ട്. വാട്ട് ആക്ട്? ഇൻകം ടാക്സ് നിയമം. അത് പ്രകാരവും. യെസ്. അതിനുശേഷം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, CP ആക്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. യെസ്, ദിസ് ഈസ് അതർ ആക്ട് റിലേറ്റിംഗ് ടു ദ ലയബിലിറ്റീസ് ഓഫ് ഓഡിറ്റ്. ഓഡിറ്ററുമായി റിലേറ്റ് ചെയ്യുന്ന മറ്റ് ഓഡിറ്ററെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റീസുമായി ബന്ധപ്പെട്ട് പറയുന്ന മറ്റ് ഇതൊക്കെ നിയമങ്ങളാണ്. ഒന്ന് IPC ആക്ട്, 1949 ബാങ്കിങ് കമ്പനി ആക്ട്, 1956 ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആക്ട്, 1961 ഇൻകം ടാക്സ് ആക്ട്, 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഇതാണ് അതർ ആക്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റ്യൂട്ടറിയിൽ 3 ഹെഡ് കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഹെഡ് കമ്പനി ആക്ട്, രണ്ടാമത്തത് 1949 CA ആക്ട്, അതർ ആക്ടുകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത സംഗതി എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരുടെ ക്ലാസിഫിക്കേഷനാണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റേഴ്സ് ലയബിലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒന്ന് കോൺട്രാക്ച്വൽ ആണ്, രണ്ടാമത്തത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. സ്റ്റാറ്റ്യൂട്ടറിയിൽ 3 നമ്മൾ കണ്ടു കഴിഞ്ഞു. ഒന്നാമത്തത് കമ്പനി ആക്ട്, രണ്ടാമത്തത് 1949 CA ആക്ട്, അടുത്തത് അതർ ആക്ടുകൾ. അടുത്ത ഇവിടെ മൂന്നാമത്തത് സ്റ്റാറ്റ്യൂട്ടറി കോൺട്രാക്ച്വൽ. അപ്പൊ കോൺട്രാക്ച്വൽ, സ്റ്റാറ്റ്യൂട്ടറി, കോൺട്രാക്ച്വൽ, സ്റ്റാറ്റ്യൂട്ടറി. ലാസ്റ്റ് ഈസ് towards third party. Yes, നമുക്കറിയാം ആരാണ് ഈ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യം അത് മനസ്സിലാക്കണം, ആരാ ഈ തേർഡ് പാർട്ടി എന്നുള്ളത്. ബിസിനസ്സിൽ ആരാ തേർഡ് പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഓഡിറ്ററും ഉണ്ട്, ബിസിനസ്സും ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ബിസിനസ്സുമായി ലിങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. യെസ്, ബിസിനസ്സുമായിട്ട് വരാൻ സാധ്യതയുള്ള ആരൊക്കെയാ? അത് ഒന്ന് ഗവൺമെൻറ് ഉണ്ട് അല്ലേ, 2 ക്രെഡിറ്റർ ഉണ്ട് അല്ലേ, രണ്ടാമത്തെ ക്രെഡിറ്റർ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഉണ്ട്, ക്രെഡിറ്റർ ഉണ്ട്, സപ്ലയേഴ്സ് ഉണ്ട്, അങ്ങനെ ഇവരുമായിട്ട് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അങ്ങനെ തേർഡ് പാർട്ടി, ഇവരാണ് തേർഡ് പാർട്ടി. നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഓഡിറ്റർക്ക് എന്താ ലയബിലിറ്റി എന്ന് ചോദിച്ചാൽ പ്രഥമ ദൃഷ്ട്യാ ഓഡിറ്റർക്ക് ഒരു ലയബിലിറ്റി ഇല്ല. പ്രഥമ ദൃഷ്ട്യാ ഓഡിറ്റർക്ക് നമുക്ക് ലയബിലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇവരുമായിട്ട് ഓഡിറ്റർക്ക് ഒരു ലയബിലിറ്റി ഇല്ല. പക്ഷേ ലയബിലിറ്റി ഉണ്ട്. മറ്റൊന്നുമല്ല, ഓഡിറ്റർ കൊടുക്കുന്ന റിപ്പോർട്ട് സത്യസന്ധമോ അല്ലെങ്കിൽ മറ്റ് ഇതിന് വിരുദ്ധമോ, സംവിധാനങ്ങൾക്ക് വിരുദ്ധമോ, അല്ലെങ്കിൽ കൃത്യമായ തരത്തിലുള്ള കണ്ടൻസോ അല്ലെങ്കിൽ ഒളിച്ചു വെക്കപ്പെടലോ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് വിചാരിക്കുക.
സി ദാറ്റ് ഈസ് എ ഒതന്റിക് ഡേറ്റ ഓഫ് ബിസിനസ്. ശരിക്കും ഇതാണ് ബിസിനസിന്റെ ഒത്തന്റിക് ഔദ്യോഗികമായ ഡേറ്റ എന്ന് പറയുന്നത്. ഈ ഡേറ്റയാണ് ആരെടുക്കുന്നത്? ഈ തേർഡ് പാർട്ടി എടുക്കുന്നത്. കണ്ടോ? അപ്പൊ തേർഡ് പാർട്ടി ഇത് ബിലീവ് ചെയ്യും. എന്ത് ബിലീവ് ചെയ്യും? ഈ പറയുന്ന റിപ്പോർട്ടിലെ കാര്യങ്ങൾ ബിലീവ് ചെയ്യും. സത്യമല്ലെങ്കിലോ? അപ്പൊ അവിടെയാണ് ലയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഒരു ലയബിലിറ്റിയിൽ പെടുന്ന കാര്യങ്ങളാണ്. കാര്യം മിസ്ലീഡ് ചെയ്തു അയാളെ, സ്വാഭാവികമായിട്ടും. അപ്പൊ മിസ്ലീഡ് ചെയ്യപ്പെട്ടെങ്കിൽ എന്ത് പറ്റും? അതൊരു വലിയ ചീറ്റിംഗ് ആണ്, വഞ്ചനയാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ലയബിലിറ്റിയിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ലയബിലിറ്റിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 1 കോൺട്രാക്ച്വൽ, 2 സ്റ്റാറ്റ്യൂട്ടറി, 3 ടുവേർഡ്സ് തേർഡ് പാർട്ടി. യെസ്, നമുക്ക് നെക്സ്റ്റ് ഡിസ്കഷൻ എന്ന് പറയുന്നത് അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാവുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അടുത്തത് മൊഡ്യൂൾ 5 ആണ്. മൊഡ്യൂൾ 5 ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് നമുക്ക് പോകുന്നത്. മൊഡ്യൂൾ 5 ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഭാഗത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം വരുന്ന ഒരു പോർഷനാണ്. നമ്മുടെ ലാസ്റ്റ് പോർഷനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ മൊഡ്യൂളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത്തത് ഇൻവെസ്റ്റിഗേഷൻ, ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ. ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ, ഇതിൻ്റെ ഡിഫൈൻ പഠിക്കണം, അല്ലേ? രണ്ടാമത് നമുക്ക് ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ പഠിക്കണം. ഇൻവെസ്റ്റിഗേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പഠിക്കണം, അല്ലേ? ഇൻവെസ്റ്റിഗേഷൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം. കണ്ടോ? ഇൻവെസ്റ്റിഗേഷൻ്റെ ഫീച്ചേഴ്സ് പഠിക്കണം. മൂന്നാമത്തത് ഇതിൻ്റെ ടൈപ്സ് പഠിക്കണം. ടൈപ്സ്, എത്ര ടൈപ്സ് ഉണ്ടെന്നതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം, അല്ലേ? നാലാമത്തത് ഇത് ഓഡിറ്റുമായിട്ട് ഉള്ള ബിറ്റ്വീൻ ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റും ഇതും തമ്മിലുള്ള ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇന്നെന്ന് ഇടുന്നുള്ളൂ ഞാൻ. ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടത്. പിന്നെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ എസെൻഷ്യൽസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും സാധനം ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ? ഇൻവെസ്റ്റിഗേഷൻ ഈസ് എൻ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, അല്ലേ? ഫോർ എ സ്പെഷ്യൽ പർപ്പസ്, ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ബുക്ക്, റെക്കോർഡ്സ് തുടങ്ങിയവ എന്ത് ചെയ്യാൻ പോകുന്നു? അന്വേഷണം നടത്തുന്നു. ആ പ്രക്രിയയെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഇൻവെസ്റ്റിഗേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ക്ലിയർ? മക്കളെ, ഒരു കാര്യം ശ്രദ്ധിച്ചോണം. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ത്രൂ ഔട്ടാണ്. എല്ലാ സാമ്പത്തിക ഇടപാടുകളും എല്ലാ സംവിധാനങ്ങളും വരുന്നത് എന്തിലായിരിക്കും? ഓഡിറ്റിലാണ് എല്ലാം. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നിയിട്ടുള്ള അന്വേഷണമായിരിക്കും എന്തെന്ന് പറയുന്നത്? ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. സി ദ ഡിഫറൻസ് ഓഫ് ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ക്ലിയർ? ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. യെസ്, വാട്ട് ഈസ്? യെസ്, വി ഗോട്ട് ഇറ്റ്. ഡിഫൈൻ ഇൻവെസ്റ്റിഗേഷൻ, എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഓഫ് സ്പെഷ്യൽ പർപ്പസ്, അല്ലേ? ഫോർ സ്പെഷ്യൽ പർപ്പസ്, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിഗേഷൻ. ഇനി ഇൻവെസ്റ്റിഗേഷന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? അന്വേഷണത്തിന്റെ പ്രത്യേകതകൾ എന്തായിരിക്കും? അന്വേഷണം എന്ന് പറയുന്നത്, അന്വേഷണം ഏൽപ്പിച്ചു കൊടുക്കുക, കമ്പനിയിൽ നിന്നോ ഡയറക്ടേഴ്സോ ഉത്തരവാദിത്തപ്പെട്ടവരോ അവർ ഏൽപ്പിച്ചു കൊടുക്കുക. ആ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്യുക, കിട്ടുന്ന ഡേറ്റാസ് വിശകലനം ചെയ്യുക. അതുപോലെ അത് ഒത്തുനോക്കുക, ഡേറ്റാസ് ഒത്തുനോക്കുക, അല്ലേ? അതുപോലെ തന്നെ ഫിനാൻഷ്യൽ, ഇക്കണോമിക്കൽ, പോളിസിക്കൽ, അതായത് ധനകാര്യപരമായത്, സാമ്പത്തികപരമായത്, നയപരമായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തുക. കണ്ടോ? സാമ്പത്തികപരമായ കാര്യങ്ങളിൽ, സാമ്പത്തികപരമായ കാര്യങ്ങളിൽ, നയപരമായ കാര്യങ്ങളിലാണ് പ്രധാനമായ അന്വേഷണം നടത്തുന്നത്, അല്ലേ? അത് ഇത്തരത്തിലുള്ള പ്രത്യേകതകളാണ് ആർക്ക് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? ഇതിന് പറയാനായിട്ട് സാധിക്കുന്നത്, ഈ ഇൻവെസ്റ്റിഗേഷന് പറയാനായിട്ട് സാധിക്കുന്നത്.
അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ മറ്റൊരു പ്രത്യേകതയായിട്ട് നമുക്ക് കാണാവുന്നത് ഇത് എന്താ, ഇതിൻ്റെ സ്കോപ്പ്, ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോപ്പ്. ഇതിൻ്റെ സ്കോപ്പ് ഒബ്ജക്റ്റീവ്, ഇതിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ സ്കോപ്പ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവും സ്കോപ്പും. ഒബ്ജക്റ്റീവ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണത്തിൻ്റെ വ്യാപ്തി നിർണ്ണയിക്കുന്നു. അന്വേഷണം വലുതോ ചെറുതോ എന്ന് നിർണ്ണയിക്കുന്നത് ഇൻവെസ്റ്റിഗേഷൻ വലുതാണോ ചെറുതാണോ അല്ലെങ്കിൽ രീതി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നിർണ്ണയിക്കുന്നത്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സും സ്കോപ്പും എല്ലാം നിർണ്ണയിക്കുന്നത് എങ്ങനെയായിരിക്കും? അതിൻ്റെ വലിപ്പം, അതിൻ്റെ ഗതി അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും, അതിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും, അന്വേഷണത്തിൻ്റെ സ്വഭാവം അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെ ഒബ്ജക്റ്റീവ്സ് അതിൻ്റെ സ്കോപ്പ് നിർണ്ണയിക്കുന്ന ഫീച്ചേഴ്സ് അല്ലേ. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒബ്ജക്റ്റീവ്സും സ്കോപ്പും നിർണ്ണയിക്കപ്പെടുക അല്ലേ. ഇതാണ് പ്രധാനമായിട്ടും നമുക്കിവിടെ പറയാനുള്ളത്. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഓഡിറ്റും എന്തും തമ്മിലുള്ള വ്യത്യാസം, ഓഡിറ്റും ഇൻവെസ്റ്റിഗേഷൻ തമ്മിലുള്ള വ്യത്യാസം. ഓഡിറ്റ് നമുക്കറിയാം, സ്ഥാപനത്തിൻ്റെ താഴെ മുതൽ മുകൾ വരെ, ആദ്യം മുതൽ അവസാനം വരെയുള്ള ഫിനാൻഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കുക, എല്ലാ കാര്യങ്ങളും പിന്നെ ബോട്ടം ടു ടോപ്പ് ഉള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുക. അത് പിന്നെ ഹെഡ് ബൈ എന്ത് ചെയ്ത് പോരുക, അത് അന്വേഷണം പിന്നെ ഓഡിറ്റ് ചെയ്ത് പോരുക, സൂക്ഷ്മമായി പരിശോധിച്ച് പോവുക. പക്ഷേ ഹിയർ ഇൻവെസ്റ്റിഗേഷൻ ഒരു പ്രത്യേക വിഷയത്തിലായിരിക്കും, കണ്ടോ, പ്രത്യേക വിഷയത്തിലായിരിക്കും. അതായത് സംശയാസ്പദമായ വിഷയമുണ്ടായിരിക്കും, ഡൗട്ട്ഫുള്ളി ആയിട്ടുള്ള ഒരു വിഷയമുണ്ടായിരിക്കും, സംശയാസ്പദമായിട്ടുള്ള ഒരു വിഷയമുണ്ടായിരിക്കാം, കണ്ടോ. അപ്പോൾ സംശയമാസ്പദമായിട്ടുള്ള ഒരു വിഷയമാണ് ഇവിടെ കാര്യം. അതും നമുക്ക് ഫ്യൂച്ചേഴ്സിൽ കൂട്ടിച്ചേർക്കാം. സംശയാസ്പദമായ കാര്യങ്ങളിലായിരിക്കും എന്ത് നടത്തുക, അന്വേഷണം നടക്കുക. ദാറ്റ് ഈസ് അതൊരു ഫ്യൂച്ചറാണ് അതിൻ്റെ. അപ്പോൾ ഇവിടെ ഒരു സിംഗിളാണ് വരുന്നത്. എവിടെ ഈ ഇൻവെസ്റ്റിഗേഷൻ സിംഗിളാണ്, സംശയാസ്പദമായ ഒരു വിഷയത്തിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സംശയാസ്പദമായ വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ അന്വേഷകൻ, ഇൻവെസ്റ്റിഗേറ്റർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിന് ഓഡിറ്ററോ ഓഫീസർമാരോ അല്ലെങ്കിൽ സ്റ്റാഫോ മാനേജേഴ്സോ ഇവരൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരെയൊക്കെ വേണമെങ്കിൽ ഒന്ന് വിശകലനം തേടാം ഇവരോട്. ഇതിൻ്റെ വിശകലനം തേടാം. ആ പർട്ടിക്കുലർലി അന്വേഷണം നടത്തുന്ന മേഖലയുണ്ടല്ലോ, അന്വേഷണം നടത്തുന്ന മേഖലയെക്കുറിച്ച് വിശകലനം തേടാനായിട്ട് സാധിക്കും അല്ലേ, ഇൻവെസ്റ്റിഗേഷനിൽ സാധിക്കും. പക്ഷേ മറ്റേതെന്ന് പറയുന്നത് ഓഡിറ്റിനെ സംബന്ധിച്ചുള്ള ഓഡിറ്റിന്റെ വ്യാപ്തി അതല്ല. എല്ലാ ഹെഡും സൂക്ഷ്മമായി പരിശോധിച്ച് പോവുകയാണ് ഓഡിറ്റിന്റെ വ്യാപ്തി എന്ന് പറഞ്ഞാൽ. ക്ലിയർ? അപ്പോൾ ഇവിടെ നമുക്ക് അതേ പോയിന്റ് തന്നെ നമുക്ക് ഫ്യൂച്ചേഴ്സിലോട്ട് എടുത്തിട്ട് കൊടുക്കാം. എന്താ ഫ്യൂച്ചേഴ്സിൽ ഇട്ട് കൊടുക്കേണ്ടത്? ആരോടാണ്? ഓഡിറ്റർ, അതുപോലെ തന്നെ സ്റ്റാഫ്, ഓഫീസർമാർ, മറ്റുള്ളവരുടെ നിന്നൊക്കെ വിശകലനം തേടുവാനായിട്ട് സാധിക്കും. കണ്ടോ, വിശകലനം തേടുവാനായിട്ട് അതും ആരുടെ ഫ്യൂച്ചേഴ്സിൽ വരുന്നതാണ്? ഓഡിറ്ററുടെ ഈ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഫ്യൂച്ചേഴ്സിൽ വരുന്നതാണ്. കണ്ടോ, അപ്പോൾ ഓഡിറ്റിങ്ങിൻ്റെയും എന്തിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ്റെയും വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളതാണ്? അത് ബോട്ടം ടു ടോപ്പാണ് അല്ലേ. ഒരു സ്ഥാപനത്തിന്റെ ബോട്ടം ടു ടോപ്പ് ഡിസ്കഷൻ ആണ്, ബോട്ടം ടു ടോപ്പ് പരിശോധിക്കലാണ്, ചെക്കിംഗ് ആണ് അല്ലേ. പക്ഷെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സംശയാസ്പദമായ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർലി ആയിട്ടുള്ള മേഖല എക്സാമിൻ ചെയ്യുകയായിരിക്കും അല്ലേ. പർട്ടിക്കുലറി ആയിട്ടുള്ള ഒരു മേഖല എക്സാമിൻ ചെയ്യുക, അതാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹിയർ ടൈപ്സ് രണ്ട് രീതിയിലുള്ള ടൈപ്സ് ആണ് പ്രധാനമായിട്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കുക. രണ്ട് പ്രധാനപ്പെട്ട ടൈപ്സുകളാണ് ഈ ഇൻവെസ്റ്റിഗേഷനിൽ എടുത്തു പറയാനുള്ളത്. ഒന്നാമത്തേന്ന് പറയുന്നത് അക്വിസിഷൻ ഓഫ് ബിസിനസ് അക്വിസിഷൻ ചെയ്യുമ്പോൾ അത് ഒരു ടൈപ്പിലെ ഒരു തരം ഇൻവെസ്റ്റിഗേഷൻ. അങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ബിസിനസ് അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അന്വേഷണം നടത്താം. അപ്പോൾ അന്വേഷണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? കണ്ടോ, പുതിയ ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് അക്വിസിഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താം. ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈപ്പ്. കണ്ടോ, ദാറ്റ് ഈസ് ഫസ്റ്റ് ടൈപ്പ്. ഒന്നാമത്തെ ടൈപ്പ് എന്തായിരുന്നു? ബിസിനസ് അക്വിസിഷൻ ചെയ്യുമ്പോൾ. ഒന്നാമത്തെ ടൈപ്പ് ബിസിനസ് അക്വിസിഷൻ ചെയ്യുമ്പോൾ.
ബിസിനസ് പുതിയ ബിസിനസ് എന്ത് ചെയ്യുക, ബിസിനസ് അക്വിസിഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് അക്വിസിഷൻ ചെയ്യുന്ന സാഹചര്യത്തിൽ പിന്നെ ഇത് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ രണ്ടാമത് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ വെൻ ദ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്, അല്ലേ? വെൻ ദ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ് എന്ത് ചെയ്യാൻ വേണ്ടിയാ, വഞ്ചന, കളവ്, ചതി നടന്നിട്ടുണ്ടോ എന്ന് സസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇൻവെസ്റ്റിഗേഷൻ നടത്താനായിട്ട് സാധിക്കും. രണ്ട് പ്രധാനപ്പെട്ട ഹെഡുകളാണ്. ഒന്നാമത്തെ ഹെഡ് അക്വിസിഷൻ ഓഫ് ബിസിനസ്, രണ്ടാമത്തത് വെൻ ദ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്, അല്ലേ? ക്ലിയർ. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഹെഡാണ് എന്തെന്ന് പറയുന്നത്, അക്വിസിഷൻ. ടൈപ്സിൽ ഒന്നാമത്താണ് അക്വിസിഷൻ. Acquisition of business. ബിസിനസ് അക്വിസിഷൻ ചെയ്യുന്നു, കണ്ടോ? അപ്പോൾ അന്വേഷകൻ എന്ത് ചെയ്യണം? അപ്പോൾ അന്വേഷകൻ അന്വേഷിക്കേണ്ട കാര്യം, അല്ലേ? ഹി ഷുഡ് പേ അറ്റൻഷൻ ടു ദ ഫോളോയിങ് പോയിന്റ്സ്, അല്ലേ? ഈ പറയാൻ പോകുന്ന പോയിന്റ്സിലേക്ക് അന്വേഷകൻ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെ പോയിന്റ്സിലേക്ക്? ഒന്ന്, റീസൺ അന്വേഷിക്കണം. ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണം, റീസൺ അന്വേഷിക്കണം. എന്തിന്റെ റീസൺ? എന്തിന്റെ റീസൺ അന്വേഷിക്കണം? എന്തുകൊണ്ടാണ് പ്രസന്റ് പ്രൊപ്രൈറ്റർ ഈ ബിസിനസ് ഇങ്ങനെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഒരു റീസൺ, എന്താണ് അതിന്റെ റീസൺ, കാരണം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? നിലവില്, അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിലവിലുള്ള വർക്കിംഗ് ക്യാപിറ്റൽ പര്യാപ്തമാണോ, സഫീഷ്യന്റ് ആണോ? വർക്കിംഗ് ക്യാപിറ്റൽ സഫീഷ്യന്റ് ആണോ, പര്യാപ്തമാണോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നേച്ചർ ഓഫ് ബിസിനസ് നോക്കണം. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കണം. ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് നോക്കണം. അതിനെ ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് നോക്കേണ്ടതായിട്ടുണ്ട്. ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് നോക്കണം. അപ്പോൾ ഒന്നെന്ത് നോക്കണം, റീസൺ നോക്കണം. രണ്ടെന്ത് നോക്കണം, വർക്കിംഗ് ക്യാപിറ്റൽ പര്യാപ്തമാണോ നോക്കണം. മൂന്നെന്ത് നോക്കണം, നേച്ചർ, ബിസിനസ്, അല്ലേ? ബിസിനസിൻ്റെ നേച്ചർ, അതുപോലെ ഇൻഫ്ലുവൻസ് ഫാക്ടേഴ്സ് തുടങ്ങിയ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം, നോക്കണം, അല്ലേ? അതുപോലെ തന്നെ ഓഡിറ്റ്, കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ലാഭമാണോ, അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്, ഏതെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റ് ഉണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ബാധ്യതകളുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലേ? ഇതാണ് ദിസ് ഈസ് ദ പോയിന്റ്, അല്ലേ? ഇതാണ് എന്തിൻ്റെ പോയിന്റ് എന്ന് പറയുന്നത്, അക്വിസിഷൻ എന്ന് പറയുന്നത്, അക്വിസിഷൻ ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ് ഏതെന്ന് പറയുന്നത്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഫ്രോഡ്. ഇൻവെസ്റ്റിഗേഷൻ വെൻ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്. അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള പോയിന്റ് ആണ്. വെൻ ഫ്രോഡ് ഈസ് സസ്പെക്ട് ചെയ്യുമ്പോൾ, വെൻ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്, ഇൻവെസ്റ്റിഗേഷൻ വെൻ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്. when fraud is suspected, investigation when fraud is suspected, അല്ലേ? അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ട്. ഒന്നെന്ന് പറയുന്നത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. രണ്ട്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഈ പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ 1-2 ചാപ്റ്ററുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ എന്താ സാഹചര്യം, അതിൻ്റെ അവസ്ഥ, വിശേഷങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൻ്റെ മിസ്അപ്രോപ്രിയേഷൻ. മൂന്നാമത് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്. Yes, this thing is investigation. എന്താണ്
ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും ഇൻവെസ്റ്റിഗേഷൻ വെൻ ദ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്ലി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ മിസ്അപ്രോപ്രിയേഷൻ, ക്യാഷിൽ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടോ. അടുത്തത് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗുഡ്സിൽ എന്തെങ്കിലും മിസ്അപ്രോപ്രിയേഷൻ നടന്നിട്ടുണ്ടോ. അതുപോലെ തന്നെ മാനിപ്പുലേഷൻ, അക്കൗണ്ടിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കാണാം, നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ വെൻ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ്ലി കാണാനായിട്ട് സാധിക്കും. യെസ്, ക്ലിയർ. ടൈപ്സ്, 2 ടൈപ്സ് ഇതാണ്. യെസ്, നെക്സ്റ്റ് ഈസ് objectives of investigation. Objectives of investigation. Objectives. ഒന്നാമത്തത്, ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്, നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത്, ഒബ്ജക്റ്റീവ്സ്, ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ലക്ഷ്യം നമ്മൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ ഊന്നിയിട്ടുള്ളതായിരിക്കും. അത് ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും, നല്ല ഉണക്ക് ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോഴായിരിക്കും. ദാറ്റ് ഈസ്, അത് 2 ടൈപ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അതിൻ്റെ 2 ടൈപ്സ് ഏതാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഇതൊക്കെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ വരുന്നതാണ്. നെക്സ്റ്റ് ഈസ് റിപ്പോർട്ട്. അടുത്താണ് റിപ്പോർട്ട്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. റിപ്പോർട്ട് പറയുക. ഇൻവെസ്റ്റിഗേഷൻ്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ പറയുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഈ ഒരു അന്വേഷണത്തിന് ശേഷം, ഈ ഒരു ഇൻവെസ്റ്റിഗേഷന് ശേഷം ഇൻവെസ്റ്റർ ഷുഡ് ഗീവ്, എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് നൽകേണ്ടതായിട്ടുണ്ട് അല്ലേ. ആ റിപ്പോർട്ട് നൽകുമ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടൻസ് ഉണ്ടായിരിക്കണം, അദ്ദേഹം എന്തൊക്കെ കാണേണ്ടതായിട്ടുണ്ട്, എന്തൊക്കെ അദ്ദേഹം പിക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. റിപ്പോർട്ട്സിൽ വേണ്ട കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഒന്ന്, ഈ പറയുന്ന ഇൻവെസ്റ്റിഗേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പറയണം. ചെയ്ത ഇൻവെസ്റ്റിഗേഷൻ്റെ ലക്ഷ്യം, ഒബ്ജക്റ്റീവ്സ് പറയണം. 2, ഇതിൻ്റെ സ്കോപ്പ് പറയണം. കണ്ടോ, അപ്പോൾ 1 എന്ത് പറയണം, 1 ഒബ്ജക്റ്റീവ്സ് പറയണം. 2 എന്ത് പറയണം, സ്കോപ്പ് പറയണം. 2ാമത്തെ സാധനം എന്ത് പറയണം, സ്കോപ്പ് പറയണം. 3ാമത്തെ സാധനം ബ്രീഫ് ഹിസ്റ്ററി പറയണം. ഇതിനെക്കുറിച്ചൊരു ബ്രീഫ് ഹിസ്റ്ററി പറയണം. ഏതാണ്, ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചുള്ളൊരു ബ്രീഫ് ഹിസ്റ്ററി പറയണം. കണ്ടോ. നെക്സ്റ്റ് അടുത്ത പറയേണ്ടത് മേജർ ഫൈൻഡിങ്സ് എന്തൊക്കെയുണ്ട്. മേജറായി ഉണ്ടാകുന്ന ഫൈൻഡിങ്സുകൾ എന്തൊക്കെയാണ്, അത് പറയേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കൺക്ലൂഷൻ ഫ്രം ദി മേജർ ഫൈൻഡിങ്സ്. Conclusion from the major findings. Conclusion from the major findings. Yes. See, from the major findings. Yes. Last is recommendation. If necessary. Okay. If necessary, recommendation if necessary. Yes, this is എന്താണ്, this is reports. ഇതാണ് എന്തെന്ന് പറയുന്നത്, റിപ്പോർട്ട്സിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻസ് എന്ന് പറയുന്നത്. കണ്ടോ, എന്തിൻ്റെ, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിൽ ഉണ്ടായിരിക്കേണ്ട കണ്ടൻസ്. ഒന്നാമത്തെ കണ്ടൻസ് എന്താണ്, ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. യെസ്, ക്ലിയർ. 2ാമത്തെ, ഈ നടത്തിയത് ഇതിൻ്റെ ലക്ഷ്യം എന്താണ്, ഏതാണ് ഉദ്ദേശം, എന്താണ് അതിൻ്റെ സംവിധാനം എന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് സ്കോപ്പ്, ഇതിൻ്റെ വ്യാപ്തി എന്താണെന്ന് പറയണം. 3, ബ്രീഫ് ഹിസ്റ്ററി പറയണം. ഇതിൻ്റെ ചെറിയൊരു ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ദാറ്റ് ഈസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചൊരു ബ്രീഫ് ഹിസ്റ്ററി പറഞ്ഞിരിക്കണം. അതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് എന്ത് ചെയ്തിരിക്കണം, ഒരു ബ്രീഫ് ഹിസ്റ്ററി പറഞ്ഞിരിക്കണം. യെസ്. നെക്സ്റ്റ് ഈസ് ഫോർത്ത് പോയിന്റ് ഈസ് മേജർ ഫൈൻഡിങ്സ് പറഞ്ഞിരിക്കണം. ആൻഡ് 5th പോയിന്റ് ഈസ് കൺക്ലൂഷൻ ഫ്രം ദി മേജർ ഫൈൻഡിങ്സ്. മേജർ ഫൈൻഡിങ്സിൽ നിന്ന് ആരെത്തിച്ചേരുന്നതാണ്,
ഇദ്ദേഹം എത്തിച്ചേരുന്നത്, അതായത് ഇൻവെസ്റ്റിഗേറ്റർ എത്തിച്ചേരുന്നത്, അന്വേഷകൻ എത്തിച്ചേരുന്ന മേജർ ഫൈൻഡിങ്സിൽ നിന്ന് എത്തിച്ചേരുന്ന കൺക്ലൂഷൻ. ഇനി റെക്കമെൻഡേഷൻസ് എന്തെങ്കിലും, നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഓക്കെ, യെസ്, ദിസ് ഈസ് ദ മൊഡ്യൂള് 5 ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്നത്. അപ്പോൾ 1 നമ്മൾ ഡിഫൈൻ കണ്ടു, 2 അതിൻ്റെ ഫ്യൂച്ചേഴ്സ് കണ്ടു, 3 അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കണ്ടു, 4 അതിൻ്റെ ടൈപ്സ് കണ്ടു, 5 നമ്മൾ എന്തിൻ്റെ റിപ്പോർട്ട്സ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് കണ്ടു, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സിൻ്റെ കണ്ടൻസ് കണ്ടു. അതുപോലെ തന്നെ 4 നമ്മൾ ഡിസ്കസ് ചെയ്തത്, മൊഡ്യൂൾ 4 നമ്മൾ ഡിസ്കസ് ചെയ്ത ലാസ്റ്റ് പോർഷൻ എന്ന് പറയുന്നത് ലയബിലിറ്റീസ് ഓഫ് എൻ ഓഡിറ്റർ, ഓഡിറ്ററുടെ ലയബിലിറ്റിയുമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിൽ നമ്മൾ ത്രൂ ഔട്ട് ഡിസ്കസ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു സ്റ്റുഡൻസ്.